ഹരിയാനയിൽ സർക്കാർ പ്രതിസന്ധിയിലല്ലെന്ന് ബി.ജെ.പി. 3 ജെ.ജെ.പി. വിമതരുടെ പിന്തുണയുണ്ടെന്ന് ആവർത്തിക്കുകയാണ് സർക്കാർ. വിശദാംശങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ബൽറാം നെടുങ്ങാടിയാണ് ചേരുന്നത്. ബൽറാം, ഈ പ്രതിസന്ധി ഉണ്ടെങ്കിൽ പോലും ലോക്സഭാ തെരഞ്ഞെടുപ്പ് പൂർത്തിയാകും വരെ അട്ടിമറി നീക്കമൊന്നും വേണ്ടെന്ന തീരുമാനത്തിലാണോ കോൺഗ്രസ്? ക്രിസ്റ്റീന, ഹരിയാനയിൽ നിലവിൽ സർക്കാരിന് പ്രതിസന്ധിയില്ല എന്ന നിലപാടിലാണ് ബി.ജെ.പി. ഉള്ളത്. 3 ജെ.ജെ.പി. വിമതരുടെ പിന്തുണ സർക്കാരിന് ഉണ്ട് എന്ന് ആവർത്തിക്കുകയാണ് ബി.ജെ.പി. കൂടാതെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കോൺഗ്രസിന് അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കാൻ കഴിയില്ല എന്നുമാണ് ബി.ജെ.പിയുടെ വിശദീകരണം. കാരണം കഴിഞ്ഞ മാർച്ച് 13-ന് നായബ് സിംഗ് സൈനി സർക്കാർ ഭൂരിപക്ഷം സഭയിൽ തെളിയിച്ചിട്ടുണ്ട്. 6 മാസത്തിന് മുമ്പായി ഇനി അവിശ്വാസം കൊണ്ടുവരാൻ കഴിയില്ല എന്നാണ് ബി.ജെ.പിയുടെ നിലപാട് ഉള്ളത്. അതേസമയം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് സർക്കാരിന് ഭൂരിപക്ഷം നഷ്ടപ്പെട്ടു എന്ന് അവകാശപ്പെടുമ്പോഴും ഗവർണറെ കണ്ട് ഇത് അറിയിക്കാൻ കോൺഗ്രസ് ഇതുവരെയും തയ്യാറായിട്ടില്ല. മറിച്ച് അത് ജെ.ജെ.പി. ദുഷ്യന്ത് സിംഗ് ചൌട്ടാല തന്നെ ഗവർണറെ കണ്ട് ആദ്യം അക്കാര്യം അറിയിക്കട്ടെ, തങ്ങളുടെ 10 MLA-മാരുടെയും പിന്തുണ സർക്കാരിന് ഇല്ല എന്ന് അറിയിക്കട്ടെ എന്നാണ് കോൺഗ്രസിന്റെ നിലപാട്. അതിന് പിന്നാലെ കോൺഗ്രസ് ഗവർണറെ കാണും എന്നും ആണ് ഭൂപേന്ദർ സിംഗ് കൂടെ അറിയിച്ചിരിക്കുന്നത്. കാരണം ഇത്തരത്തിൽ അവതരിപ്പിച്ചാൽ പോലും ഗവർണർ സമ്മേളനം വിളിച്ച് വിശ്വാസം തെളിയിക്കാൻ ആവശ്യപ്പെടും എന്ന് ഉറപ്പില്ലാത്ത ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് കൂടാതെ തന്നെ ജെ.ജെ.പിയുടെ 3 വിമതർ ഇത്തരത്തിൽ അവിശ്വാസ പ്രമേയം വന്നാൽ ബി.ജെ.പിക്ക് അനുകൂലമായി വോട്ട് ചെയ്യാവുന്ന സാഹചര്യവും നിലനിൽക്കുന്നുണ്ട്. കൂറുമാറ്റ നിരോധന നിയമം നിലവിലുണ്ടെങ്കിൽ പോലും അതിനനുസരിച്ച് അവർക്കെതിരെ 3 പേർക്കെതിരെ നടപടിയെടുക്കുകയാണ് ജെ.ജെ.പി. എങ്കിൽ സഭയുടെ ആകെ അംഗസംഖ്യ കുറയും. തുടർന്ന് നിലവിലെ 45 എന്ന കേവല ഭൂരിപക്ഷത്തിൽ നിന്നും അത് 43 കുറയുന്ന സാഹചര്യം ഉണ്ടാകും. അപ്പോൾ നിലവിൽ തന്നെ ബി.ജെ.പി. സർക്കാരിന് 43 അംഗങ്ങളുടെ പിന്തുണയുള്ളത് കൊണ്ട് തന്നെ സർക്കാരിന് പ്രശ്നമില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയും എന്നുമാണ് ബി.ജെ.പിയുടെ കണക്കുകൂട്ടൽ. കോൺഗ്രസ് ഇക്കാര്യം മനസ്സിലാക്കി തെരഞ്ഞെടുപ്പിന് ശേഷം മാത്രം, ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം മാത്രം തുടർ നീക്കത്തിലേക്ക് കടന്നാൽ മതി എന്ന തീരുമാനത്തിലാണ്. ക്രിസ്റ്റീന, ശരി. ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത് ബൽറാം നെടുങ്ങാടിയാണ്.